യന്ത്രങ്ങളാണെങ്കിലും എവിടെയാണെങ്കിലും നല്ല രീതിയിൽ ആലോചിച്ച് സൂക്ഷ്മതയോടുകൂടി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതായത് ഒരു കാര്യം കണ്ട് മനസ്സിലാക്കി പഠിച്ച് വേണം പ്രവർത്തിക്കാൻ. അങ്ങനെ 4 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ ഗ്രാസ് കട്ടർ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിൽ ബ്ലേഡിട്ട് പുല്ല് വെട്ടുന്ന രീതിയും അതുപോലെ തന്നെ കേബിൾ ഉപയോഗിച്ച് പുല്ല് വെട്ടുന്ന രീതിയുമൊക്കെയാണ് ഈ വീഡിയോയിൽ വിശദമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. ബ്ലേഡാണ് ഇത്. ബ്ലേഡാണല്ലേ? ബ്ലേഡാണ്. ഇതിൻ്റെ 2 വശം മൂർച്ചയുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കറങ്ങി ഒരുമാതിരി ബലമുള്ള ചെടികളൊക്കെ വെട്ടിക്കളയാം. മറ്റേ പുല്ല് തന്നെയല്ല, ഇച്ചിരി ബലമുള്ള ചെടികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്ലേഡ് വെച്ചാൽ മതി. ഈ പുല്ല് തന്നെ വെട്ടുന്നത് നമ്മൾ ചരടിട്ട് വെട്ടുന്നത്, വള്ളിയിട്ട് വെട്ടുന്നത്. അപ്പം നമ്മൾ വെട്ടാൻ പോകുന്ന പള്ളിയുടെ സ്വഭാവം എന്നാന്ന് മനസ്സിലാക്കിയിട്ടാണ് ബ്ലേഡ് ഇടണോ മറ്റേ വള്ളി ഇടണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ മൂർച്ച പറയുമ്പോൾ ഇതിൻ്റെ ഒരു അരത്തിന് ഇവിടെ അങ്ങ് രാഗി ഇട്ടാൽ മതി. ഇവിടെയാണ് ഇതിൻ്റെ മൂർച്ച. രാഗി കൊടുത്താൽ മതി. അതുകൊണ്ട് ഇങ്ങനെ അരത്തിന് ഇവിടെ ഇതാണ് ഇതിൻ്റെ മൂർച്ച, ബ്ലേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ രാഗി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇച്ചിരി ബലമുള്ള പള്ളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അരുവായിക്ക് വെട്ടുന്ന തിരിച്ചു പോകും. ഇതുകൊണ്ട് അപകടമല്ലോ ഉപയോഗിക്കുന്നത്? അപകടം ഇത് വെട്ടുന്നതിനൊരു ടെക്നിക്കുണ്ട്. ഈ മുകളിൽ നിന്ന് താഴോട്ട് പിടിച്ചേക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ അടിയിൽ നമ്മളങ്ങ് പിടിക്കുമ്പോഴത്തേന് ഇത് മറിഞ്ഞ് എങ്ങോട്ടാണ് വീഴുന്നതെന്ന് നമുക്കറിയത്തില്ല. ഈ തടി വെട്ടുന്ന രീതിയില്ല, ഒരു മടയിട്ടിട്ടില്ല തടി വെട്ടുന്നത്. അതുപോലെ ഇതിപ്പോൾ നമ്മൾ പുല്ലാണെങ്കിലും ഇപ്പം ഇത്രയുള്ള പുല്ലാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഇവരങ്ങ് പിടിക്കണം. മുകളിലങ്ങ് പിടിച്ചിട്ട് ഇങ്ങനെ അപ്പോൾ അരിഞ്ഞരിഞ്ഞിരിഞ്ഞ് പൊക്കോളാം. പുല്ല് വെട്ടുന്ന മെഷീൻ്റെ പ്ലാസ്റ്റിക് വയർ ചുറ്റുന്നൊരു സാധനമുണ്ട്, ബ്ലേഡിന് പകരം. അത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ 2 സൈഡിൽ ഓരോ ഇച്ചിരി തുറന്നൊരു ഭാഗമുണ്ട്. അവിടെ ഇങ്ങനെ ഞെക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ പല്ല് ഇങ്ങനെ ആകുന്നു. അല്ലേ, ഈ കിടക്കുന്ന പല്ലില്ലേ, ഇത് കണ്ടോ, ഇതിലാണ് ഇതിൻ്റെ ഈ അടപ്പ്. ഇത് നമ്മൾ ഞെക്കി പിടിച്ചുകൊണ്ട് ഇതിങ്ങനെ തുറക്കാം. ഇതിങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ സാധനം. ഇത് 2 വശം നമ്മൾ ഞെക്കി പിടിച്ചുകൊണ്ട് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ തുറന്നു പോരും ഈ സാധനം. ഇനി ഇതിൻ്റെ അകത്തിരിക്കുന്ന ഇതിലാണ് നമ്മൾ കേബിൾ ചുറ്റുന്നത്. കേബിൾ ചുറ്റുന്നത് പ്ലാസ്റ്റിക് വള്ളിയാണെങ്കിലും കേബിളാണെങ്കിലും ഇതേ വേണം ചുറ്റാനായിട്ട്. ഇത് ചെയ്യുന്നത് ഇത് ഇവിടെയും ചുറ്റുക. എന്നിട്ട് ഈ വിടവ് വഴി വേണം പിന്നെ ഇത് പുറത്തേക്ക് എടുക്കാനായിട്ട്. ഇതുണ്ട്, ഇവിടെ ഒരു വിടവുണ്ട്. അപ്പോൾ ഈ വിടവ് വഴി വേണം ഈ ബാക്കി കേബിൾ ഇതിൻ്റെ അകത്തേക്ക് ചുറ്റിയിട്ട് കേബിളിൻ്റെ ഒരു വശം ഇങ്ങോട്ടും ഒരു വശം ഇങ്ങോട്ടുമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കണം. അതായത് ഇതുവഴി വേണം കേബിളിൻ്റെ തുമ്പ് വരാനായിട്ട്. ഇങ്ങനെ ഈ കേബിളിൻ്റെ 2 അറ്റവും ഇതിലായിരിക്കും. ബാക്കിയുള്ള നടുക്കുള്ള ഭാഗങ്ങൾ മുഴുവൻ ഇത് ചുറ്റി വെച്ചേക്കാം. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഇങ്ങ് വെച്ച് ഈ ഹോള് 2 തുല്യമായിട്ട് വരണം. ഇവിടെ അടച്ചാൽ മതി അല്ലേ? എന്നിട്ട് ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് ഇങ്ങനെ സാറ് ഇപ്പം കേബിളല്ല ഉപയോഗിക്കുന്നത് അല്ലേ? കേബിളാണ് ഉപയോഗിക്കുന്നില്ല. വള്ളി നമ്മൾ അത് പിന്നെ ക്വാളിറ്റി മോശമാണോ ഇനി എന്താണെന്ന് എനിക്കറിയത്തില്ല. അതിങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അപ്പോൾ അന്നേരം പിന്നെ നമ്മൾ എൻജിൻ നിർത്തി സാർ ഉപയോഗിക്കുന്ന കേബിൾ ആയിട്ടൊക്കെ കാണിച്ചു തരാമോ? കേബിൾ ഉപയോഗിക്കുന്ന ഇതാണ്. ഈ കേബിൾ കിടക്കും. ഇതാണ് കേബിൾ അല്ലേ? കേബിൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചുറ്റി വിട്ടേക്കും. ഇതിൻ്റെ അകത്ത് ചുറ്റി വെച്ചേക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് ചുറ്റി വെച്ചിരിക്കുക. എന്നിട്ട് ഇത്ര നീളം ഇട്ടുണ്ട്. ഇത് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് നീളം കുറച്ചോ കൂട്ടുകയില്ല. ഇത് പൊട്ടിപ്പോയല്ലേ? ഇത് പൊട്ടിയല്ല. ഇതിങ്ങനെ 2 സൈഡിലേക്ക് ഇട്ടേക്കാം. ഇതാണ് കേബിൾ ചുറ്റിയിരിക്കുന്നത്. ഈ കേബിളിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് വേറെ ചുറ്റിയിട്ടുണ്ട്. അതിനെന്ന് വെച്ചാൽ ഇത് അകന്ന് പോരാതിരിക്കാനായിട്ട്. അല്ല, ലൂസാകരുത്. ഇങ്ങനെ ഒരു കഷ്ണം ഇട്ടേക്കുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഈ കേബിള് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വന്ന് തടഞ്ഞു എന്നുള്ളത്. നമ്മൾ തന്നെ ചെയ്ത ഇതും അങ്ങനെയാണ്. ഇത് ഇവിടെ വന്ന് തടഞ്ഞു നിന്നോളും. അല്ലെങ്കിൽ ഈ കേബിൾ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുകയില്ല. അപ്പോൾ നമ്മൾ ഈ വള്ളി മേടിക്കുന്നതിൻ്റെ പൈസ ഒഴിവാക്കാം അല്ലേ? അല്ല, ഇതിലിപ്പോൾ ഒരു പൈസ കൊടുക്കണ്ട. വർക്ക്ഷോപ്പിൽ ചെന്നാൽ കിട്ടുന്ന സാധനം. പക്ഷേ അത് ഇതിൻ്റെ ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട് ഇതിനകത്ത്. അത് നമ്മൾ നോക്കി ചെയ്തിരിക്കണം. ഇത് ഈ കേബിൾ ലൂസാകാതെ ഇങ്ങനെ ടൈറ്റ് ചെയ്തിടണം. ഇങ്ങനെ ഇതുണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ വരിക. കാരണം അകത്തെ ലൂസായതുകൊണ്ട് ഇത് വരികയല്ല കേട്ടോ. ഇതിങ്ങനെ നിൽക്കുള്ളൂ. ഇതുണ്ടോ, ഇങ്ങനെ നിൽക്കത്തക്ക രീതിയിൽ വേണം ഇത് ചെയ്യാൻ. ഇതിങ്ങനെ അങ്ങോട്ട് ടൈറ്റ് ആക്കുക. ഈ കേബിളിൻ്റെ 2 തല എടുത്തിട്ട് ആവശ്യത്തിന് നീളം വെച്ചിട്ട് ഇതുപോലെ ഒരു 2 എണ്ണം ടൈറ്റ് ആക്കുക. കാണിച്ചു തരാം. ഇതുണ്ടോ,
ഇതിപ്പോൾ ഇങ്ങനെ വന്ന് ഇത് നമ്മളെ സ്ക്രൂ ഡ്രൈവറിന് വല്ല ഇങ്ങനെ അങ്ങോട്ട് ടൈറ്റ് ആക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ നിന്നു അങ്ങോട്ടും ഇങ്ങനെ. അപ്പം ഇത് ആദ്യം ടൈറ്റ് ആക്കിയിട്ട് ശേഷം വേണം നമ്മളത് ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് വേണം ഇത് ചുറ്റാനായിട്ട്. തടഞ്ഞു തന്നോളും. അപ്പോൾ ഈ കേബിളിൻ്റെ പുറത്തേക്ക് ഇവിടം വരെ വന്ന് നിന്നോളും. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഇതിലേക്ക് ചുറ്റി കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പിന്നെ ഈ കേബിള് ഇതിൻ്റെ ഇതുണ്ട്, ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി കെട്ടുമായിരുന്നു നമ്മൾ. കാരണം ഇല്ലെങ്കിൽ ഇത് വലിഞ്ഞു പോന്നു കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ കറങ്ങുന്നതല്ലേ. അപ്പോൾ അത് വലിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി ഈ പ്ലാസ്റ്റിക് ചുറ്റുന്ന പോലെ തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി നമ്മൾ എങ്ങനെയാണോ ചുറ്റുന്നത് അതുപോലെ തന്നെ ഇതും ചുറ്റാം. കേബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ ചിലവ് കുറവുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ നമ്മുടെ സമയം ലാഭിക്കാൻ പറ്റും. ഈ വള്ളി എപ്പോഴും പൊട്ടിപ്പോകുമ്പോൾ വീണ്ടും ഇത് അഴിച്ചു കെട്ടണം. അത് അഴിച്ചു കെട്ടൊരു പിന്നെ പണി തന്നെയാണ്. ഈ കേബിൾ ഉപയോഗിച്ച വല്ല അപകടം വല്ല സാധ്യത നമ്മൾ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഉള്ളൂ. അപകടം നമ്മളായിട്ടുണ്ടാക്കി വെക്കുന്നത്. ഇത് ഈ ഏത് കാര്യത്തിന് പോയാലും നമ്മളൊരു സൂക്ഷ്മത വേണം നമുക്ക്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ അപകടമൊന്നും ഉണ്ടാകില്ല. സംശയാസ്പദമായ രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക. കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാവുള്ളൂ. അത് എടുത്തിയായിട്ട് ചെയ്യുമ്പോഴാണല്ലോ ഈ അപകടം ഉണ്ടാകുന്നത്. ഇപ്പം ഇതുണ്ടോ, ഇത് ഇങ്ങോട്ട് ടൈറ്റാക്കി കഴിഞ്ഞ് കിടന്നോളും. ഇനി നമുക്ക് ഇച്ചിരി കൂടുതൽ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ പാകത്തിന്. ഇത് ഞാൻ വെറുതെ ഉപയോഗിക്കാൻ യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ചു. യൂട്യൂബിൽ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത് ഒരു ഇങ്ങനെ ഒരു പുല്ല് കട്ടർ മെക്കാനിക്കിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാനത് പരീക്ഷിച്ച് നോക്കി. അത് വിജയപ്രദമാണ്, സക്സസ് ആണ്. അപ്പോൾ അതുകൊണ്ട് പുല്ല് അല്ല ഈ പ്ലാസ്റ്റിക് വള്ളി മാറ്റി വെച്ചിട്ടാണ്. ഷൂസും ഇട്ട് പാൻസും ഇട്ട് ഹെൽമെറ്റും വെച്ച് വേണം ഈ പണി ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു കണക്കുകൂട്ടലോടുകൂടി ഇതൊക്കെ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ അപകടം ഉണ്ടാകും. ഈ അപകടം ഉണ്ടാക്കുന്നതിൻ്റെ കാരണം അതൊക്കെ തന്നെ എല്ലാ കാര്യത്തിലും ഇതാണ്. നമ്മളതിൻ്റെ പരിസ്ഥിതിയൊക്കെ മനസ്സിലാക്കണം. ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുന്നതുകൊണ്ടോ അതൊന്നും പറക്കില്ലേ, അതുകൊണ്ട് ഈ അപകടം ഉണ്ടാകും. അപ്പോൾ ഏത് കാര്യങ്ങൾ യന്ത്രങ്ങളാണെങ്കിലും എവിടെയാണെങ്കിലും നല്ല രീതിയിൽ ആലോചിച്ച് സൂക്ഷ്മതയോടുകൂടി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതായത് ഒരു കാര്യം കണ്ട് മനസ്സിലാക്കി പഠിച്ച് വേണം പ്രവർത്തിക്കാൻ. അങ്ങനെ 4 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇത് ഒരു 10-15 വർഷമായി ഉപയോഗിക്കുന്നുണ്ട്. ഇന്നുവരെ യാതൊരു അബദ്ധവും നമുക്കുണ്ടായിട്ടില്ല. കാരണം അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഞാനിത് എടുക്കുകയുള്ളൂ. ഇനി നട്ടുബോൾട്ട് ആയതുകൊണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുള്ളൂ. അതുപോലെ തന്നെ ഒരു മടുപ്പം തോന്നിക്കഴിഞ്ഞാൽ അന്നേരം അവിടെ നിർത്തും. ഇനി ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എണ്ണയൊക്കെ ഇട്ട് സൂക്ഷിക്കുന്ന പോലെ ഇതിൻ്റെയൊക്കെ പഴക്കമായിരിക്കും. ഈ ഗ്രാസ് കട്ടറിന് അധികം പറ്റുന്നതിനകത്ത് ഈ കാർബേറ്ററും ഈ പിസ്റ്റണും ഒക്കെ ഈ ഓയിലില്ലാതെ കഴിഞ്ഞു പോകും. അന്നേരം അതിന് കംപ്ലൈൻറ്റ് വരും. നമ്മൾ സൂക്ഷിച്ച ഒരു കുഴപ്പമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.